വെനസ്വേലൻ തടവുകാരെ എൽ സാൽവദോറിലേക്ക് നാടുകടത്തി ട്രംപ് ഭരണകൂടം. കുപ്രസിദ്ധ അന്താരാഷ്ട്ര മാഫിയ സംഘമായ ട്രെൻ ദെ അരാഗ്വ സംഘത്തിൽപ്പെട്ട 238 തടവുകാരെയാണ് അമേരിക്ക നാടുകടത്തിയത്. കോടതി ഉത്തരവ് മറികടന്നാണ് ട്രംപിന്റെ നടപടി. ഇവരെ രാജ്യത്തേക്ക് കൊണ്ടുവന്ന വിവരം വെളിപ്പെടുത്തിയത് എൽ സാൽവദോർ പ്രസിഡന്റാണ്. എൽ സാൽവദോറിലെ കുപ്രസിദ്ധ ജയിലായ ടെററിസം കൺഫർമെന്റ് സെന്ററിലേക്കാണ് 238 വെനസ്വേലൻ തടവുകാരെ അമേരിക്ക അയച്ചത്. MS-13 എന്ന അന്താരാഷ്ട്ര മാഫിയ ഗ്യാങ്ങിൽപ്പെട്ടവരായ 23 പേരെ കൂടിയും സാൽവദോറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഫോറിൻ എനിമീസ് ആക്ടാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. സർക്കാരിന്റെ ഈ നടപടിക്കെതിരെ ഫെഡറൽ കോടതി ഉത്തരവിറക്കിയിരുന്നെങ്കിലും അത് പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ അവരെയും വഹിച്ചുകൊണ്ടുള്ള വിമാനം അമേരിക്കയിൽ നിന്ന് എൽ സാൽവദോറിലേക്ക് പറന്നുയർന്നിരുന്നു. തടവുകാർ എത്തിയത് സംബന്ധിച്ചും 1 വർഷത്തേക്ക് ഇവരെ തടവിൽ പാർപ്പിക്കാമെന്നും വേണ്ടിവന്നാൽ കാലാവധി വർദ്ധിപ്പിക്കുമെന്നും എൽ സാൽവദോർ പ്രസിഡന്റ് വ്യക്തമാക്കി. തടവുകാരെ ജയിലുകളിൽ പാർപ്പിക്കാനുള്ള ചിലവുകൾ അമേരിക്കയാണ് വഹിക്കുന്നത്. ഇത് തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നു. 1798 യുദ്ധകാലത്ത് ഉപയോഗിക്കാവുന്ന ഏലിയൻ എനിമീസ് ആക്ട് അമേരിക്ക കൊണ്ടുവന്നത്. 2ാം ലോക മഹായുദ്ധകാലത്ത് അവരത് ഉപയോഗിച്ചിട്ടുമുണ്ട്. വെനസ്വേലൻ മാഫിയ സംഘത്തിൽപ്പെട്ട കുറ്റവാളികളെ നാടുകടത്തുമെന്ന് ശനിയാഴ്ചയാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. എന്നാൽ ആംനസ്റ്റി ഇന്റർനാഷണലും വെനസ്വേലൻ സർക്കാരും അമേരിക്കൻ നടപടിയിൽ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ്. എൽ സാൽവദോറിലെ ടെററിസം കൺഫർമെന്റ് സെന്ററിൽ 40,000 തടവുകാരെ പാർപ്പിക്കാനുള്ള സൗകര്യമാണുള്ളത്. മനുഷ്യാവകാശ ലംഘനങ്ങൾ നിരവധി നടന്നിട്ടുള്ളതായി നിരവധി ആരോപണങ്ങൾ ഈ ജയിലിന് നേരെ ഉയർന്നിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് ട്രെൻ ദെ അരാഗ്വ, MS-13 എന്നീ സംഘടനകളെ ഭീകരവാദ ഗ്രൂപ്പുകളായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സുപ്രധാന ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.